കോടതിയുടെ പ്രഹരം എത്ര കിട്ടിയാലും പഠിക്കാത്തവരാണോ ഇക്കാലത്ത് ഗവർണർമാർ? സുപ്രീം കോടതിയുടെ ഉത്തരവ് പോലും അവഗണിച്ച് സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും താൽക്കാലിക വിസിമാരെ തന്നിഷ്ടപ്രകാരം ചാൻസലർ കൂടിയായ ഗവർണർ നിയമിച്ചു. ഇരു സർവകലാശാലാ നിയമങ്ങളും പാലിച്ചാവണം നിയമനം നടത്തേണ്ടതെന്നാണ് സുപ്രീം കോടതി ആർലേക്കർക്ക് നൽകിയ നിർദ്ദേശം. അതായത് സർവകലാശാലാ നിയമപ്രകാരം സർക്കാർ കൊടുക്കുന്ന പട്ടികയിൽ നിന്നുമാണ് നിയമിക്കേണ്ടത്. കോടതി നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രി കത്തും നൽകി. എന്നിട്ടും അത് അവഗണിച്ച് സ്വന്തക്കാരെ വീണ്ടും ഇരുത്തി. ചാൻസലർ മുൻപ് ഇതേ രീതി സ്വീകരിച്ചപ്പോൾ അതിനെ ഹൈക്കോടതിയിൽ സർക്കാർ ചോദ്യം ചെയ്തിരുന്നു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഗവർണറുടെ നടപടി ശരിയല്ലെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിനെതിരെയാണ് ആർലേക്കർ സുപ്രീം കോടതിയിൽ പോയത്. ഹൈക്കോടതിയുടെ കണ്ടെത്തൽ തന്നെയായിരുന്നു സുപ്രീം കോടതിക്കും. രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിൻ്റെ ഉത്തരവിൻ്റെ പകർപ്പ് പുറത്തുവന്ന് മണിക്കൂറുകൾക്കകം ഗവർണർ ആർലേക്കർ വീണ്ടും നിയമവിരുദ്ധമായ ഉത്തരവിറക്കി. കേരള നിയമസഭ പാസാക്കിയ നിയമത്തിൻ്റെ പിൻബലത്തിലാണ് ഗവർണർ ചാൻസലറായത്. എന്നിട്ടും സർവകലാശാലാ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാതെ തുടർച്ചയായി പ്രവർത്തിക്കുന്നു. ഇത് ശരിയല്ലെന്ന് പറയുന്ന കോടതി ഉത്തരവുകൾ പലതവണ വന്നു കഴിഞ്ഞു. സർവകലാശാലകളുടെ ഭരണത്തെയും വിദ്യാർത്ഥികളുടെ ഭാവിയെയും ദോഷകരമായി ബാധിക്കുന്ന നടപടികൾ തുടരുകയാണ്. സുപ്രീം കോടതി പറഞ്ഞ അനുരഞ്ജനത്തിൻ്റെ ഭാഷ മനസ്സിലാകാത്തവർക്ക് നിയമത്തിൻ്റെ ശക്തി ഇനിയും ബോധ്യപ്പെടുത്തി കൊടുക്കണം. സംഘപരിവാറിൻ്റെ കേരള വിരുദ്ധതയ്ക്കെതിരായ പോരാട്ടമാണ് മലയാളിക്ക് ഇന്ന് ജീവിതം. ഛത്തീസ്ഗഡിലെ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകൾ മുതൽ ഭരണഘടനാ പദവിയായ ഗവർണർ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്കെതിരെ സർക്കാരിനു വരെ ആ നിയമരാഷ്ട്രീയ പോരാട്ടം നടത്തേണ്ടി വരുന്നു.